മാത്രമേ കൊടുത്തുള്ളൂ. നല്ല ഫുഡ് എന്തായിരുന്നു? 5 ലക്ഷം രൂപ കൊടുക്കാണ്ട് ഞാൻ ചേട്ടന്ന് പറഞ്ഞിരിക്കല്ലേ വിനു. ചെക്കില് ഏതാതെയാണ് കൊടുക്കുന്നത്. ചിരിയുണ്ടല്ലോ, അതായത് അനുമോളുടെ ആ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് അനുമോളെ പിന്താങ്ങി നടന്ന മണ്ടന്മാരായ വോട്ടർമാർക്കുള്ളതാണ്. അതായത് നല്ല വോട്ടർമാരല്ല, മണ്ടന്മാരായ കുറെ അന്തങ്ങളുണ്ട്, അവർക്കുള്ളത് തന്നെയാണ്. കാരണം ഈ അനുമോളെ പിന്താങ്ങി നടന്നവര് ഒരാൾ പോലും ഇന്ന് അനുമോളെ പിന്താങ്ങുന്നില്ല. എല്ലാവരും പരസ്പരം വിളിച്ച് കരയുകയാണ്. കാരണം ഇവളുടെ ഈ അനുമോളുടെ ഇതിൽ നമ്മൾ വീണുപോയല്ലോ, അനുമോളുടെ കള്ളത്തരത്തിൽ നമ്മൾ വീണുപോയല്ലോ, അനുമോളുടെ കരച്ചലിൽ നമ്മൾ വീണുപോയല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ഇപ്പോഴേ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ ഇപ്പോഴും ആ ചിരിക്കുന്നുണ്ടല്ലോ, ആ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ചാനലിനെ വരെ മണ്ടനാക്കി, അതുപോലെ ചാനലിന്റെ ഒരു ഓണർ ഉണ്ടായിരുന്നു, അയാളെ വരെ മണ്ടനാക്കി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. വേറെ ഒന്നുമല്ല. അതായത് പൈസ കൃത്യമായിട്ട് എറിഞ്ഞ് അവരുടെ കണ്ണ് വെട്ടിച്ച്, അതായത് ജനങ്ങളൊക്കെ പറഞ്ഞിട്ടും അവർ കേൾക്കാതെ അവര് ആ കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചാനലിന്റെ പൂർണ്ണമായിട്ടുള്ള പരാജയമാണ്. ലാലേട്ടൻ അടുത്ത പ്രാവശ്യമെങ്കിലും ഇതിൽ ഹോസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ധാർമ്മികതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരോട് ആ കപ്പ് തിരിച്ചു വാങ്ങിക്കാനുള്ള കേസെങ്കിലും ഫയൽ ചെയ്യണം. അതാണ് വേണ്ടത്. അല്ലാതെ ഇത്രയും ജനങ്ങളെ വഞ്ചിച്ചിട്ട് ഇപ്പൊ ഞാൻ ഒരു കാര്യം ആലോചിക്കുകയാണ്. അതായത് അന്ന് ഈ ഏഷ്യാനെറ്റിന്റെ ഈ ഒരു ചാനലിന്റെ ആള് എന്ന് പറഞ്ഞിട്ട് ഒരാള്, എന്നാ കിഷന അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരാള്, അയാൾ വന്ന് ഭയങ്കര വലിയ വായിൽ വർത്താനം പറയുന്നത് കേട്ടു. അയാളെ ആരും വിമർശിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇവിടെ ചില ആൾക്കാർ പറയുന്നത്. പക്ഷെ ഞാൻ അയാളുടെ ചോർന്ന് നിന്നൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ എവിടെയും പറയും. ഒരു കാര്യം പറയാം, അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാവരും അതായത് പി ആറുകളുടെയൊക്കെ വിജയമാണ്. അതായത് പി ആറുകളെയൊക്കെ അവർ അംഗീകരിച്ചിരിക്കുന്നത് പൈസയും കൊണ്ട് പോയാൽ മതി എന്നുള്ള തരത്തിലാണ് അയാളെന്ന് പറഞ്ഞത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിന് മഹാനടനും കൂട്ടുനിന്നു. ഇപ്പോഴും മഹാനടൻ ഖേദിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ലാലേട്ടന് ശരിക്കും പറഞ്ഞിപ്പോ അതൃപ്തിയുണ്ട്. ലാലേട്ടന് മനസ്സിലായിരിക്കുന്നു, ഇതിന്റെ അകത്തുള്ള കള്ളക്കളികൾ മനസ്സിലായിരിക്കുന്നു. ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ അനുമോളെ കൊണ്ടുവന്നത് തന്നെ എന്ന് പറഞ്ഞാൽ കപ്പ് അടിക്കാനാണ്, അല്ലെങ്കിൽ കപ്പ് കൊടുക്കാനാണെന്ന് അനുമോള് തന്നെ എന്ന് പറഞ്ഞ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓണത്തിന് ഒരുപാട് പ്രോഗ്രാമുകളുടെ ഒരുപാട് പൈസ കിട്ടുന്നതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം ഇല്ല എന്ന് കുറെ പറഞ്ഞിരുന്നു. പക്ഷെ അനുമോളുടെ കാല് പിടിക്കുകയാണ് ചെയ്തത് യുവമാർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിപാടി അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ 3-4 മാസം ഡിലേ ആയിട്ടാണുള്ളത്. ഇനിയും ഒരാളെ കിട്ടിയില്ലെങ്കിൽ അതുപോലെ ഇതുപോലെയുള്ള ഒരാളെ കിട്ടണം. എന്താണെന്ന് വെച്ചാൽ അനുമോളെ പോലെയുള്ള ഒരാൾ വേണം. അപ്പോൾ മാത്രമേ നമുക്ക് കരഞ്ഞിട്ട് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ എന്ന് ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി കപ്പ് അനുമോൾക്ക് തരാം, അനുമോൾ അവിടെ എന്ത് കളിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ പുറത്താക്കില്ല എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ അനുമോൾക്കിടെ വോട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, വോട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ എത്ര വോട്ട് വീണുന്നോ എത്ര വോട്ട് ചെയ്തു എന്നോ ആർക്കും അറിയില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പല ഉടായ്പകളും കാണിച്ചിട്ടുണ്ട്. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊന്നും പറഞ്ഞാൽ ഇവരുമായിട്ട് നല്ല ടൈപ്പ് ഉണ്ടാവും ആര്, നമ്മളെ പി ആർ ഒക്കെ എന്ന് പറഞ്ഞാൽ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് പി ആർ വർക്ക് ചെയ്തിട്ട് സമ്മാനം അടിക്കുന്നത് മറ്റുള്ള മത്സരാർത്ഥികളെ എന്തുകൊണ്ട് ഇവർ നോക്കുന്നില്ല? അതായത് അവിടെ ചത്ത് കിടന്ന് പണിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ചത്ത് കിടന്ന് ഗെയിം കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ പോലും മണ്ടനാക്കിക്കൊണ്ട്, അവരെ പോലും തേച്ചുകൊണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാതെ അനുമോള് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അൺഫെയർ തന്നെയാണ്. ഇപ്പോഴും അനുമോളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ ആണ് ആ ഒരു ഇതിൽ കാണുന്നത്. അപ്പൊ ഇവർ ആദ്യം എന്താ പറഞ്ഞത്? എനിക്കറിയില്ല, ഞാൻ ഇതൊന്നും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ 15 കൊടുത്തിട്ടില്ല, ഞാൻ 1 ലക്ഷം രൂപയാണ് കൊടുത്തത്. ഇവനാണെങ്കിൽ വെളിയിൽ നിന്ന് എന്താ പറയുന്നത്, എനിക്ക് ഇത്ര പൈസ അയച്ചു തന്നിട്ടുള്ളൂ. അപ്പൊ ഇവര് മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ കള്ളം പറഞ്ഞിട്ട് എല്ലാവരെയും എന്ന് പറഞ്ഞാൽ പറ്റിക്കുകയായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴനുമോൾക്ക് തോന്നിക്കാണും, ഇപ്പോഴനുമോൾക്ക് നല്ല രീതിയിലുള്ള നിരാശയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഫെയിമും കൂടി പോയി കിട്ടുകയാണ് ചെയ്തത്. എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കാരില്ല, എവിടെ പോയി കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തൊരു വിജയം. അതുപോലെ തന്നെ മാൻഡ്രേക്ക് പോലെ ഒരു കപ്പ് കയ്യിൽ, ഇതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഒരാൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല, ഒരാൾ പോലും അവിടെയൊന്നുമില്ല. ആൾക്കാർ കൂവുകയാണ് പോകുന്ന സ്ഥലത്തൊക്കെ. ഇതിനിടയ്ക്ക് അവരുടെ നാട്ടിൽ തന്നെ സ്വീകരണം നൽകിയപ്പോഴേ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നല്ല രീതിയിലുള്ള അതൃപ്തി ലാലേട്ടനുണ്ട്. ലാലേട്ടൻ പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല. അടുത്ത പ്രാവശ്യം വരണോ എന്നുവരെ ലാലേട്ടൻ ചിന്തിച്ചിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത്
പൈസക്ക് വേണ്ടിയിട്ട് ഇത്രയും പറ്റിക്കുന്ന പരിപാടിക്ക് ഒരിക്കലും കൂട്ടു നിൽക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലാലേട്ടനെ പോലെയുള്ള ഒരു മഹാനടൻ, രാജ്യം ഒരുപാട് അവാർഡുകൾ കൊടുത്ത് ആദരിച്ച, അല്ലെങ്കിൽ അത്രയും വലിയൊരു നടനെ കൊണ്ടുവന്ന് ഇതുപോലൊരു കോമാളി വേഷം കെട്ടിക്കരുത് എന്നാണ് എനിക്ക് ഷോയുടെ അണിയറ പ്രവർത്തകരോട്, അല്ലെങ്കിൽ ഇതിന്റെ മുതലാളിമാരോട് എനിക്ക് പറയാനുള്ളത്. ഇമാതിരി പോക്കൃത്തരം കാണിക്കരുത്. ഇനി വോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരാളും വരണ്ട. വോട്ട് ചെയ്യത്തുമില്ല. ഇനി ഒരു മത്സരാർത്ഥിക്ക് പോലും ഇനി വോട്ട് ചെയ്യില്ല. നിങ്ങൾ തന്നെ ചെയ്ത് നിങ്ങൾ തന്നെ കൊടുത്തോ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ തന്നെ ഒരാളെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പാവങ്ങളായ ജനങ്ങള് സബ്സ്ക്രിപ്ഷനും കൊടുത്ത് 600 രൂപയും കൊടുത്ത് അവരെന്നിട്ട് ഓരോരോ വോട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഇഷ്ട മത്സരാർത്ഥികൾ ജയിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജയിക്കുന്നുണ്ടോ? ജയിക്കുന്നുമില്ല. ആരാ ജയിക്കുന്നത്? ഇവര് കൊണ്ടുകൊടുത്ത്, ഇവര് കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരാള്. എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സീസൺ ലേറ്റ് ആകാൻ തന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ പോലും ഈ ഒരു പരിപാടിക്ക് ചേരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ലേറ്റായി. അങ്ങനെ കുറെ ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ടാണ് ബിഗ് ബോസ് തട്ടിക്കൂട്ടിയത് എന്ന് പോലും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിളിക്കുമ്പോഴേ ഒരാളെങ്കിലും ഫെയിമ് വേണ്ടേ? അതുകൊണ്ട് തന്നെ അനുമോളം വിളിച്ചിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ പ്ലാച്ചിയുടെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും സംശയം തന്നെയാണ്. പ്ലാച്ചിയുടെ ഉള്ളിൽ കൃത്യമായിട്ടും ബിഗ് ബോസ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണോ എന്ന് പോലും സംശയമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനുമോളുടെ കൂടെ നിൽക്കുന്നവരെയൊക്കെ ഔട്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവരെയും അൺഫെയറും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ PR എന്ന് പറയുന്നവൻ പല സ്ഥലങ്ങളിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഓരോ സീസൺ വന്നു കഴിഞ്ഞാലും ഇവന് നല്ല കൊയ്ത്ത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്റെ കയ്യിൽ ഇങ്ങനെ പൈസ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പൈസയുടെ വീതം കിട്ടിയിട്ട് മാത്രമേ പ്രേക്ഷകർ ഇനി വോട്ട് ചെയ്യാൻ പാടുള്ളൂ. വോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. കൃത്യമായിട്ട് ഞങ്ങളുടെ ആ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മുടക്കിയ പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. 600 രൂപ ഞങ്ങൾ മുടക്കിയിട്ടുണ്ട്, ആ പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്ന് കൃത്യമായിട്ട് പറയുക. അത് വാങ്ങിച്ചതിന് ശേഷം മാത്രം വോട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഓരോരോ ആൾക്കാരുണ്ടാകും, ഒരു PR പോലും ഇല്ലാത്ത ആൾക്കാരുണ്ടാകും. അവർക്ക് ചെയ്യുക. ഒരു കാരണവശാലും സെലിബ്രിറ്റികൾക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല ചുറ്റുപാടുള്ള ജീവിത ചുറ്റുപാടുള്ളവനും ചെയ്യരുത്. അവനൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തിട്ടുണ്ടാകും. ഒരു ചുറ്റുപാടും ഇല്ലാത്ത ഒന്നുമില്ലാത്ത ഒരാൾക്ക് പോയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക. അതാണ് വേണ്ടത്. ഇവിടെ ഇപ്പോഴും നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തികച്ചും അൺഫെയർ ആയിട്ട് തന്നെയാണ്. അനീഷിന് കിട്ടേണ്ട കപ്പ് അനുമോൾക്ക് കൊണ്ടു കൊടുത്തതാണ്. അവർക്ക് എല്ലാവർക്കും അറിയാം അനീഷ് തന്നെയാണ് കപ്പിന് അർഹൻ. ഇപ്പോഴെന്നിട്ട് കരയുകയാണ്, പോകുന്നിടത്തൊന്നും ആളില്ല, അല്ലെങ്കിൽ എവിടെയും സ്വീകരണത്തിന് വിളിക്കുന്നില്ല. അനീഷ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരണങ്ങൾ ഏറ്റു വാങ്ങിക്കുമ്പോഴേ അനുമോൾക്ക് ഒരാൾ പോലുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അനുമോൾ ഇപ്പോഴും ചില ആൾക്കാരെയൊക്കെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉപകാര സ്മരണയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഒരുപാട് ഹെൽപ്പ് ചെയ്തതല്ലേ. അപ്പൊ ഒന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് എന്നെ കൈവിടല്ലേ, എന്നെ വെച്ചൊരു വീഡിയോ എങ്കിലും ചെയ്യണേ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും നല്ലത് പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പം ഓടി ഒളിച്ചിട്ടുള്ളത്. അവർക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അത്രമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് ഭയങ്കര 1ാം സമ്മാനം അടിച്ചു വന്നു. അവര് കൈകൊട്ടി. പിന്നെ നോക്കുമ്പോഴേക്ക് അനുമോളുടെ ഇന്റർവ്യൂ എല്ലാം കണ്ടുപോകുമ്പോഴേക്ക് താഴെ വീഴുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ചിരിയും ഈ ബിരിയാണി കയ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ജനതകളെ പറ്റിച്ച ഒരു ബിരിയാണി കയ്പാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക, കൂടെ ഒരു ഹൈപ്പും കൊടുക്കുക. നന്ദി, നമസ്കാരം.